നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിലിന് ആശ്വാസം. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ പുതിയ 2 കേസിൽ ജാമ്യം, ജയിലിൽ തുടരും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ സമഗ്ര പാഠപദ്ധതി പരിഷ്കരണം, പുതിയ പുസ്തകങ്ങൾക്ക് അംഗീകാരം നൽകിയെന്ന് മന്ത്രി. KS ചിത്രയ്ക്കെതിരെ വ്യാപക സൈബർ ആക്രമണം, പോലീസ് കേസെടുക്കണമെന്ന് ആവശ്യം. പിണറായിയുമായുള്ള അതിർത്തി തർക്കത്തിനല്ല കോടതിയിൽ പോയത്, നീതി തേടി വരുന്നവരെ പരിഹസിക്കരുത്, VD സതീശൻ. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് ആശ്വാസം. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ പുതിയ 2 കേസുകളിൽ കോടതി ജാമ്യം അനുവദിച്ചു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. DGP ഓഫീസിലേക്കുള്ള മാർച്ചിന്റെ പേരിലുള്ള കേസിൽ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. ജില്ലാ കോടതിയാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. നേരത്തെ റിമാൻഡിലായ കേസിൽ ജാമ്യം കിട്ടാത്തതിനാൽ രാഹുൽ ജയിലിൽ തുടരും. ഇന്നലെ രജിസ്റ്റർ ചെയ്ത പുതിയ 2 കേസുകളിലാണ് രാഹുലിന് ഇന്ന് ജാമ്യം കിട്ടിയത്. രാഹുലിനെതിരെ നിരന്തരം കേസെടുത്ത് ജയിലിൽ നിന്ന് ജയിലിൽ അടയ്ക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പുറത്തുള്ള രാഹുലിനേക്കാൾ കരുത്തനാണ് ജയിലിനുള്ളിൽ കിടക്കുന്ന രാഹുൽ എന്ന് മനസ്സിലാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ സ്കൂളുകളിൽ സമഗ്രമായ പാഠപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പുതിയ പുസ്തകങ്ങൾക്ക് അംഗീകാരം നൽകിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. 173 ടൈറ്റിൽ പാഠപുസ്തകങ്ങൾക്കാണ് കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയത്. 1, 3, 5, 7, 9 ക്ലാസുകളിലെ പാഠപുസ്തകമാണ് അംഗീകരിച്ചത്. 2007 ഇതിനു മുമ്പ് പാഠപദ്ധതിയിൽ സമഗ്രമായ പരിഷ്കരണം കൊണ്ടുവന്നത്. 10 വർഷത്തിലേറെയായി ഒരേ പാഠപദ്ധതിയാണ് പഠിപ്പിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. പുതിയ പാഠപദ്ധതിയിൽ എല്ലാ പുസ്തകങ്ങളിലും മലയാള അക്ഷരമാലയുണ്ടാകും. ജനാധിപത്യം, മതേതര മൂല്യങ്ങൾക്ക് അനുസൃതമായി നവകേരള സൃഷ്ടിക്ക് ഉതകുന്ന പാഠ്യപദ്ധതികളാണ് കരിക്കുലത്തിൽ ഉള്ളത്. 1.5 വർഷത്തെ പ്രവർത്തന ഫലമായിട്ടാണ് പാഠപദ്ധതി പരിഷ്കരിച്ചതെന്നും കുട്ടികളിൽ നിന്നും പഞ്ചായത്ത് തലത്തിൽ നിന്നും അഭിപ്രായം തേടിയിരുന്നുവെന്നും മന്ത്രി തിരുവനന്തപുരത്തെ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിന് പിന്നാലെ ഗായിക KS ചിത്രയ്ക്കെതിരെ വ്യാപക സൈബർ ആക്രമണം. ചിത്രയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പേർ രംഗത്തെത്തി. അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാവരും വീടുകളിൽ വിളക്ക് തെളിയിക്കണം എന്നായിരുന്നു ചിത്രയുടെ വീഡിയോ സന്ദേശം. ചിത്രയുടെ ആഹ്വാനത്തിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ അതിരൂക്ഷമായ ആക്രമണമാണ് അവർ നേരിടുന്നത്. അതേസമയം ചിത്രയെ പിന്തുണച്ച് കേന്ദ്രമന്ത്രി V മുരളീധരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. അയോധ്യ പ്രാണപ്രതിഷ്ഠാ വേളയിൽ രാമനാമം ജപിക്കണം, വിളക്ക് കൊളുത്തണം എന്ന് പറഞ്ഞത് കേട്ടയുടനെ സൈബർ ഇടങ്ങളിൽ KS ചിത്രയ്ക്കെതിരെ ആക്രമണങ്ങൾ നടക്കുകയാണെന്നും പോലീസ് കേസെടുക്കുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചിത്ര അവരുടെ അഭിപ്രായം പറഞ്ഞു, എന്നാൽ അവരുടെ അഭിപ്രായത്തിനെതിരെ സമൂഹ മാധ്യമങ്ങൾ വഴി സൈബർ ആക്രമണം നടത്തുന്നു. സഹിഷ്ണുതയുടെ പര്യായമായ കേരളത്തിന് യോജിക്കുന്നതാണോ ഇതൊക്കെ? ശബരിമലയിൽ ആചാരലംഘനത്തിന് നിന്നവരാണ് ചിത്രയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത്, V മുരളീധരൻ പറഞ്ഞു. ഫോണുമായി ബന്ധപ്പെട്ട പൊതു താൽപര്യ ഹർജിയിൽ ഹൈക്കോടതി തന്നെ വിമർശിക്കുകയല്ല, പരിഹസിക്കുകയാണ് ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പബ്ലിസിറ്റിക്ക് വേണ്ടി കോടതിയിൽ പോകേണ്ട കാര്യമില്ല, നീതി തേടി കോടതിയിൽ പോകുന്നവരെ പരിഹസിക്കരുത്, അത് കോടതി തന്നെ പരിശോധിക്കട്ടെ എന്നും VD സതീശൻ കണ്ണൂരിൽ പറഞ്ഞു. പബ്ലിസിറ്റിക്ക് വേണ്ടി വന്നു എന്നത് വിമർശനമല്ല, പരിഹാസമാണ്. പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ മാധ്യമങ്ങളെ കണ്ടാൽ പോരെ. ഡോക്യുമെന്റ് കുറവുണ്ടെങ്കിൽ കോടതിക്ക് അത് ചോദിക്കാമായിരുന്നു. ഭരണകൂടത്തിൽ നിന്നും നീതി കിട്ടാതെ വരുമ്പോഴാണ് ജനങ്ങൾ കോടതിയെ സമീപിക്കുന്നത്. ആളുകളുടെ അവസാന പ്രതീക്ഷയും വിശ്വാസവും കോടതിയാണ്. ഇനി എന്തു പ്രതീക്ഷയെന്ന് സാധാരണക്കാർ വിചാരിച്ചാൽ കുറ്റം പറയാനാകില്ല, VD സതീശൻ പറഞ്ഞു.